ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരും. മുമ്പ് കേരള സ്റ്റോറിക്കെതിരായി നമ്മുടെ രാജ്യത്തെമ്പാടും DYFI പലയിടങ്ങളിലും അതുപോലെ തന്നെ SFI ക്യാമ്പസുകൾക്കകത്തെല്ലാം ശക്തമായ ക്യാമ്പയിൻ കൊണ്ടുവന്നിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിൽ എങ്ങനെയായിരിക്കും ഇതിൻ്റെ പ്രതിഷേധം എന്നതിനെക്കുറിച്ച് ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. DYFIയുടെ സ്റ്റേറ്റ് സെക്രട്ടറി അത് സംബന്ധിച്ച് നിങ്ങളോട് വിശദീകരിക്കും. ആറ്റിങ്ങലിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ഇന്നലെ ജില്ലാ കളക്ടറുടെ ഒരു റിപ്പോർട്ട്, ഭരണാധികാരിയുടെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അടൂർ പ്രകാശ് മിനിഞ്ഞാൻ ഉന്നയിച്ച ആരോപണങ്ങൾ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് 1,75,000-ഓളം വോട്ടുകൾ കിട്ടിപ്പാൻ എന്ന് പറഞ്ഞു. പക്ഷേ അതല്ല എന്ന് വസ്തുതാവിരുദ്ധമാണെന്നാണ് കളക്ടർ റിപ്പോർട്ട് പറഞ്ഞത്. ജില്ലാ കളക്ടർ ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനം, അദ്ദേഹത്തിന്റെ പ്രതികരണം വളരെ സ്വാഗതാർഹമായ ഒരു കാര്യമാണ്. എന്തിനാണ് നിലവിലുള്ള MP കൂടിയായ ഒരാൾ തുടർച്ചയായി ഇങ്ങനെ കള്ളം പറയുന്നത്? ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണ്, തിരഞ്ഞെടുപ്പിന്റെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യുന്നതാണ്. ഞാൻ ഒരു കാര്യം മാത്രം അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തുന്നു. ഈ വ്യാജ വോട്ട്, വ്യാജ കാർഡ് എന്നെല്ലാം മലയാളികൾ കേൾക്കുമ്പോൾ തന്നെ യൂത്ത് കോൺഗ്രസിനെയും കോൺഗ്രസിനെയുമാണ് ഓർമ്മിക്കുക എന്ന് ഞാൻ അടൂർ പ്രകാശിനെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് വ്യാജ കാർഡിൻ്റെയൊക്കെ പേറ്റന്റ് സ്വന്തം കൂട്ടത്തിലുള്ളവർക്കാണ്, ഞങ്ങൾക്കാർക്കുമല്ല എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അടൂർ പ്രകാശിന് ഉറപ്പ് നൽകാൻ കഴിയുമോ? യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നിർമ്മിച്ചെടുത്ത ആയിരക്കണക്കിന് വ്യാജ കാർഡുകൾ ആറ്റിങ്ങൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കില്ലെന്ന് ഉറപ്പ് പറയാൻ അടൂർ പ്രകാശ് തയ്യാറാവുന്നു? എത്രയിടങ്ങളിലാണ് ഇത് സംബന്ധിച്ച് ലക്ഷക്കണക്കിന് കാർഡുകൾ അടിച്ചിറക്കിയത്? അതിൽ ആയിരക്കണക്കിന് കാർഡുകൾ ആറ്റിങ്ങലിലായിരിക്കുമല്ലോ. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പുമായി, സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അച്ചടിച്ചിറക്കിയ ആയിരക്കണക്കിന് ആറ്റിങ്ങലിലെ വ്യാജ കാർഡുകൾ ഈ തിരഞ്ഞെടുപ്പിൽ കള്ളവോട്ടുകൾക്കായി ഉപയോഗിക്കില്ലെന്ന ഉറപ്പ് നൽകാൻ അടൂർ പ്രകാശ് തയ്യാറാകുമോ? ഇതാണ് എനിക്ക് അങ്ങോട്ട് ചോദിക്കാനുള്ളത്. അതായത് ഞങ്ങൾക്കാർക്കും ഈ പണിയില്ല. ഞങ്ങൾക്ക് വേറെ ഒരുപാട് രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനത്തിന് സമയം തികയാതിരിക്കുകയാണ്. എന്താ തീർച്ചയായും ഏത് വിധേനയും കേരളം പിടിക്കുക എന്നതാണ് RSSന്റെ ലക്ഷ്യം. ത്രിപുര പരാജയപ്പെടുത്തിയതിനു ശേഷം BJPയുടെ അഖിലേന്ത്യാ നേതൃത്വം തന്നെ അത് വ്യക്തമാക്കിയതാണ്. ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം കേരളമാണ്. എത്രയോ കാലമായി അവർ അതിനു വേണ്ടി ശ്രമിക്കുന്നു. 2021 നടന്ന തിരഞ്ഞെടുപ്പിൽ ഈ തലസ്ഥാനത്ത് നഗരസഭ പിടിക്കാൻ 10-15 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്ലാൻ ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചതല്ലേ. കേരളത്തെ പിടിക്കാൻ എത്രയോ കാലമായി അവർ ശ്രമിക്കുന്നു. പക്ഷേ അതിനെ പ്രതിരോധിക്കാനുള്ള അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെ കേരളത്തിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സൗഹൃദത്തിൻ്റെ അന്തരീക്ഷത്തെ തകർക്കുക എന്നുള്ളതാണ്. മതനിരപേക്ഷതയുടെ അന്തരീക്ഷത്തെ തകർക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അത് തകർത്തുകൊണ്ട് മാത്രമേ, ഒറ്റവാക്കിൽ പറഞ്ഞാൽ കേരളത്തിൻ്റെ പുരോഗമന സ്വഭാവത്തെ തകർക്കുക എന്നുള്ളതാണ്. ആ പുരോഗമന സ്വഭാവത്തെ തകർത്തുകൊണ്ട് കേരളത്തിൽ വർഗീയതയുടെ ഇടമാക്കി മാറ്റുക. അതുകൊണ്ടാണ് ഞാൻ ഓർമ്മിക്കുന്നത്, കേരളം വെറുപ്പിൻ്റെ നാടല്ല, കേരളം സൗഹാർദ്ദത്തിൻ്റെ നാടാണ്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേനെ വാഴുന്ന മാതൃകാസ്ഥാനമാണ് കേരളം. ഈ കേരളത്തെ വെറുപ്പും വിദ്വേഷവും കൊണ്ട് പ്രചരിപ്പിച്ച് വിഭജിപ്പിക്കാൻ സാധിക്കില്ല എന്നാണ് ആവർത്തിച്ച് RSS ഇത്രയും പ്രചരണം ഇവിടെ നടത്തിയിട്ടും നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്രമാത്രം നുണകളാണ് ഇവിടെ പ്രചരിപ്പിച്ചത്. വ്യത്യസ്ത മതവിഭാഗങ്ങളെ വിഭജിക്കാൻ ശ്രമിക്കുന്നത്. എന്നിട്ടും എങ്ങനെയാണ് മുസ്ലിമിൻ്റെയും ഹിന്ദുവിൻ്റെയും ആരാധനാലയങ്ങൾ പങ്കിട്ടെടുത്ത് ആർച്ചുകൾ ഇപ്പോഴും തല ഉയർത്തി നിൽക്കുന്നത്? ഇവിടെ ഈ പറയുന്ന മനുഷ്യരുടെ വ്യത്യസ്ത ആഘോഷങ്ങളിൽ എല്ലാവരും ഒരുമിച്ച് നോമ്പ് പിടിക്കുന്ന ഹിന്ദുവിനെ കാണുന്നില്ലേ? ക്ഷേത്രനടയിൽ നോമ്പ് തുറക്കുന്ന മനുഷ്യരുടെ ചിത്രങ്ങൾ നമ്മൾ കാണുന്നില്ലേ? ഈസ്റ്ററിന് ഇത് സംബന്ധിച്ച് എത്രയോ ഇതുപോലുള്ള വാർത്തകൾ വരുന്നു, വിഷുവിന് വരുന്നു. ഒട്ടനവധി അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലില്ലേ? ഞാൻ ഓരോന്നായി എടുത്ത് പറയുന്നില്ല. ഇതെല്ലാം സൗഹാർദ്ദത്തിൻ്റെ നാടാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാത്ത സർവരും സോദരത്തേനെ വാഴുന്ന മാതൃകാസ്ഥാനമാണ് കേരളം. ആ കേരളത്തെ തകർക്കാൻ
സംഘപരിവാർ വെറുപ്പും വിദ്വേഷവുമാണ് ഉപയോഗിക്കുന്നത്. അതിലെ ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ ഒരു സ്ട്രാറ്റജിയാണ് ഈ കേരളത്തിൽ ഇത് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത്, ദൂരദർശൻ കേന്ദ്രത്തെ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത്. അങ്ങേയറ്റത്തെ തെറ്റായ പ്രവണതയാണ്. ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. മലയാളികൾ ഒറ്റക്കെട്ടായി നമ്മൾ പ്രൗഡ് കേരള എന്നൊരു ആത്മാഭിമാനത്തിൻ്റെ മുമ്പിൽ നമുക്ക് നിൽക്കാൻ കഴിയുമല്ലോ. നമ്മുടെ നാട് വ്യത്യസ്തമാണ്. വ്യത്യസ്തമായ മതവിഭാഗങ്ങൾ ഒരു മനസ്സോടെ ജീവിക്കുന്ന നാടാണ്. ജാതി വെറിയില്ലാത്ത നാടാണ്. എല്ലാവരും സ്കൂളിൽ പോകുന്ന നാടാണ്. നല്ല സംസ്കാരമുള്ള നാടാണ്. ആ നാട്ടിൽ ഒരു കാരണവശാലും വെറുപ്പും വിദ്വേഷവും വേവില്ല. ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അത് ഇതിൽ ഉറച്ചു നിൽക്കും. അതുകൊണ്ട് ഏത് വിഷലിപ്തമായ ഇലക്ഷൻ സ്ട്രാറ്റജികളുമായി അവർ വന്നാലും അതിനു മുമ്പിൽ കേരളം പതറിപ്പോകില്ല.